ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന ഓപ്പൺ ആയിട്ടും അല്ലെങ്കിൽ കൺസീൽഡ് ആയിട്ടും നമ്മൾ സ്വിച്ച് ബോർഡുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്ര മോഡ്യൂൾ ബോക്സ്, 1 മോഡ്യൂൾ ബോക്സ്, 2 മോഡ്യൂൾ ബോക്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതെല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണ്. കൺസീൽഡ് ചെയ്ത് ഭിത്തിയുടെ അകത്ത് കൺസീൽഡ് ചെയ്ത് വെക്കുന്ന ടൈപ്പാണ്. ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും, കണ്ടോ 3 മോഡ്യൂൾ എന്ന് എഴുതിയാണ്. ഉണ്ടാവും 3 മോഡ്യൂൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണെങ്കിൽ കുറച്ചുകൂടി വലുപ്പം വരുന്നത് 4 മോഡ്യൂൾ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഉണ്ടോ 4 മോഡ്യൂളിൽ നിന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. 1 ബോക്സ്, പിന്നെ അടുത്ത് വരുന്നത് 6 മോഡ്യൂൾ, 8 മോഡ്യൂൾ, അങ്ങനെ ഓരോ മോഡ്യൂൾ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ മോഡ്യൂൾ എന്ന് ഉദ്ദേശിച്ചാൽ ഒരു സ്വിച്ച് കൊടുക്കാൻ പറ്റുന്നതിന് ഒരു മോഡ്യൂൾ എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെയാണെങ്കിൽ 3 മോഡ്യൂൾ എന്ന് പറയുന്നത് 3 സ്വിച്ച് കൊടുക്കാം. 4 മോഡ്യൂളാണെങ്കിൽ 4 സ്വിച്ച് കൊടുക്കാം. 6 മോഡ്യൂളാണ്, ഇത് 6 മോഡ്യൂളാണ്. 6 മോഡ്യൂൾ എന്ന് ഉദ്ദേശിച്ചാൽ 6 സ്വിച്ച് കൊടുക്കാൻ പറ്റുന്ന സ്വിച്ച് ബോർഡാണ് വരുന്നത്. അതിന് നമ്മൾ 6 മോഡ്യൂൾ എന്ന് പറയുന്നു. പിന്നെ വരുന്നത് 8 മോഡ്യൂൾ, 8 സ്വിച്ച് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ 8 മോഡ്യൂൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചറിയാൻ പറ്റും. ഒരു പ്ലഗ് സോക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്വിച്ചും പ്ലഗും സോക്കറ്റും വരുന്നുണ്ടെങ്കിൽ ഒരു സോക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 2 സ്വിച്ചിൻ്റെ ഗ്യാപ്പാണ് എടുക്കുന്നത്. അപ്പോൾ 2 ആയിട്ട് കണക്ക് കൂട്ടണം. അപ്പോൾ ഒരു സ്വിച്ചും പ്ലഗും നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് 3 മോഡ്യൂളിൻ്റെ ബോക്സാണ് കൊടുക്കേണ്ടത്. അതായത് ഒരു സ്വിച്ചിന് ഒരു മോഡ്യൂൾ, ഒരു പ്ലഗ് വരുന്നത് അതിൻ്റെ സോക്കറ്റ് കൂടി വരുന്നതിന് 2 സ്വിച്ചിൻ്റെ ഗ്യാപ്പ് എടുക്കുന്നതുകൊണ്ട് 2 സ്വിച്ചിൻ്റെ ഗ്യാപ്പ് ആകുമ്പോൾ 2 മോഡ്യൂൾ, അങ്ങനെ ടോട്ടൽ വരുമ്പോൾ 3 മോഡ്യൂൾ. ഇതിപ്പോൾ നമ്മൾ 2 മോഡ്യൂളിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്വിച്ച് കൊടുക്കാൻ പറ്റുന്ന 2 മോഡ്യൂൾ. അതായത് 2 സ്വിച്ച് കൊടുക്കുന്നതിന് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഫുഡ് ലാംപ്സിന്, അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ എൻട്രൻസിനൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. 2 മോഡ്യൂളൊക്കെ കൂടുതൽ ഉപയോഗിക്കും. ഈ 2 മോഡ്യൂളിൻ്റെ തന്നെ സ്വിച്ച് ബോർഡ് ഇതിൻ്റെ മെറ്റൽ ബോക്സിൽ 1 മോഡ്യൂളിൻ്റെ ഷീറ്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ 12 മോഡ്യൂളാണ്. അത് 12 മോഡ്യൂളിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പാണ്. ഇത് നമ്മുടെ റൂമുകളുടെ അല്ലെങ്കിൽ പറയുന്ന മെയിൻ ഹാളുകളുടെയൊക്കെ ഏരിയയിൽ വരുന്ന സ്വിച്ചുകളെല്ലാം തന്നെ ഇതിൻ്റെ അകത്താണ് വരുന്നത്. 12 മോഡ്യൂൾ എന്ന് പറയുമ്പോൾ 12 സ്വിച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 16 മോഡ്യൂൾ വരുന്നത് 16 സ്വിച്ച് കൊടുക്കാൻ പറ്റുന്നത്, 18 മോഡ്യൂൾ വരുന്നത് 18 സ്വിച്ച് കൊടുക്കാൻ പറ്റുന്നത്. നമ്മുടെ വീടിൻ്റെ മെയിൻ ഏരിയയിലൊക്കെ വരുന്നത് 18, 12 ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. അതായത് ഒരു മോഡ്യൂൾ എന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് ഒരു സ്വിച്ച് കൊടുക്കാൻ പറ്റുന്നതിന് ഒരു മോഡ്യൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷീറ്റ് കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആണെങ്കിൽ നമ്മൾ ഈ മോഡ്യൂൾ അനുസരിച്ചിട്ടാണ് 1 മോഡ്യൂളിൻ്റെ ഷീറ്റ് വാങ്ങിക്കും. 4 മോഡ്യൂളാണെങ്കിൽ 4 മോഡ്യൂളിൻ്റെ ഷീറ്റ് വാങ്ങിക്കും. 12 മോഡ്യൂളിൻ്റെ ഷീറ്റ് വാങ്ങിക്കും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻഫർമേഷനായി വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time